ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നൽകുന്ന സമാധാനം, ഈശോ നൽകുന്ന അനുഗ്രഹം, അത് അനുഭവിക്കാൻ നമുക്ക് പറ്റാത്ത വിധം ലോകം നമ്മളെ ഞെരുക്കും, പീഡനങ്ങളേറും. ഇതിപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ സമകാലീന സഭയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ മാത്രമല്ല, എമ്പാടും സഭയ്ക്ക് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. രണ്ട് കാരണങ്ങളാൽ നമ്മൾ സഹിക്കേണ്ടി വരും. ഒന്ന്, നമ്മുടെ തന്നെ തെറ്റുകൾ കൊണ്ട് നമ്മൾ സഹിക്കേണ്ടി വരും, സ്വയംകൃത അനർത്ഥം എന്ന് വിളിക്കാം. മറ്റൊന്ന്, നമ്മൾ എത്ര ശുദ്ധരാണെങ്കിലും നിഷ്കളങ്കരാണെങ്കിലും കറയില്ലാത്ത പാപമില്ലാത്തവരാണെങ്കിലും മറ്റുള്ളവർ തിന്മയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ദുരന്തം ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോവുക. മക്കബാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പ്രധാന പുരോഹിതനായ ഓനിയാസ് അവിടെ ദൈവാലയത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നൊരു കാലത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി. അവിടെ കാര്യവിചാരിപ്പുകാരനായ ബെഞ്ചമിൻ ഗോത്രജനായ ശിമിയോൻ ഒരു പാപകരമായ ഒരു നിർദ്ദേശം വെച്ചു. അതായത് അവിടെ ദൈവാലയ നടത്തിപ്പുകാരനായ ശിമിയോൻ പറഞ്ഞു, ബലിയർപ്പണത്തിലുള്ള മൃഗങ്ങൾ മാത്രമേ ഇവിടെ ലേലം ചെയ്യാൻ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ഓനിയാസിൻ്റെ നിർദ്ദേശം അനുസരിക്കാതെ ബെഞ്ചമിൻ പറഞ്ഞു, നമുക്കത് എല്ലാത്തിനും മൃഗങ്ങളെ കൊണ്ട് ഇവിടുന്ന് വിൽക്കാം എന്ന് പറഞ്ഞാൽ കച്ചവടമാക്കാം. ഓനിയാസ് പുരോഹിതൻ സമ്മതിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ദക്ഷിണ സിറിയയുടെ ഫെനീഷ്യയുടെ അധിപതിയായ അപ്പോളോനിസോട് ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ ഭണ്ഡാരത്തിൽ ഒത്തിരി പണമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പണം എടുക്കാൻ വേണ്ടി രാജാവിൻ്റെ സന്ദർശിച്ച് അപ്പോണിയോണസ് ഈ പണത്തെപ്പറ്റി തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞപ്പോൾ പണം എടുത്തു മാറ്റുന്നതിന് കാര്യസ്ഥനായ ഹെലിയോദോറസിനെ ഏൽപ്പിച്ചു. ഹെലിയോദോറസ് സർവ്വസൈന്യങ്ങളോടുകൂടി ജെറൂസലേം ദേവാലയത്തിലേക്ക് ഈ ഭണ്ഡാരത്തിൽ പണം എടുത്തു മാറ്റാൻ വേണ്ടി വരികയാണ്. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു നമ്മൾ കാണുകയാണ്. അവിടെ രാജകൽപ്പനയുള്ളതിനാൽ പണമെല്ലാം ഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടേണ്ടതാണെന്ന് ഹെലിയോദോറസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർക്കായി കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചു. വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നതെന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു. സ്ത്രീകൾ ചാക്കൊടുത്തു തെരുവീഥികളിൽ തടിച്ചുകൂടി വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കന്യകമാരിൽ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്ക് ഓടി, മറ്റു ചില ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി. എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ജനം ഒരുമിച്ച് സാഷ്ടാംഗം വീണ് കിടക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് ഏൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്നവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ഇടപെട്ട സംഭവം വിവരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഹെലിയോദോറസിനെ കർത്താവ് തന്നെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ദൈവാലയത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കാനായിട്ട് ദൈവാലയത്തിന് തന്നെ അവകാശം കിട്ടുന്നു. ഇസ്രായേൽ ജനത്തിന് തന്നെ അധികാരവും അവകാശം കിട്ടുന്നു. പിന്നെ രാജാവ് പോലും തൻ്റെ തീരുമാനം തിരുത്തുന്നതായിട്ട് നമ്മളവിടെ കാണുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മൾ ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഒത്തിരി നേരിടേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈശോ ആണ്. നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞതാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് 33-ാം വചനമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, ലോകത്തിൽ നിന്നുള്ള സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പം ഈ ലോകത്തിൻ്റെ ഒക്കെ മേൽ അധികാരമുള്ള ഈശോയിലേക്ക് നോക്കുക. ലോകത്തിൻ്റെ മേൽ അധികാരം കള്ളത്തരത്തിൽ സ്ഥാപിച്ചെടുത്ത പിശാച്, അവൻ്റെ സാമ്രാജ്യം വിപുലമാക്കാൻ വേണ്ടി അവൻ്റെ ദാസരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്, അവിടെ അറിയേണ്ടത് യേശു പിശാചിനെ പരാജയപ്പെടുത്തി. പക്ഷേ പിശാച് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രബലപ്പെട്ടിരിക്കുന്നത്? യേശുവിനെ സ്വീകരിക്കാത്തവരിലൂടെ, യേശുവിൽ വിശ്വസിക്കാത്തവരിലൂടെ അവന് ഇന്നും പ്രവർത്തിക്കാൻ പറ്റുന്നത്. യേശുവിലേക്ക് എല്ലാവരും വന്നാൽ, എല്ലാവരും യേശുവിൻ്റെ ദാസരായാൽ, എല്ലാവരും യേശുവിനെ അനുസരിച്ചാൽ പിശാചിൻ്റെ ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നും എന്തുകൊണ്ട് പിശാച് ശക്തിപ്പെട്ടിരിക്കുന്നു? ആ പിശാചിനെ പരാജയപ്പെടുത്തിയ 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത്.
അവൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് അവൻ്റെ അധികാരം ഇല്ലാതാക്കിയ യേശുവിൽ വിശ്വസിക്കുകയോ യേശുവിനെ സ്വീകരിക്കുകയോ യേശുവിനെ അനുസരിക്കുകയോ ചെയ്യുന്നവരിലൂടെ ഈശോയ്ക്ക് ഇന്നും പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. അവരിലൂടെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിശാച് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആരിലൂടെയാണ്? യേശുവിനെ, പിശാചിനെ തോൽപ്പിക്കാൻ അധികാരം കിട്ടിയ ഈ ലോകത്തിൽ അയക്കപ്പെട്ട യേശുവിനെ വിശ്വസിക്കാത്തവർ, യേശുവിനെ സ്വീകരിക്കാത്തവർ, യേശുവിനെ അനുസരിക്കാത്തവർ, അവരിലൂടെയാണ് ഈശോ ഇപ്പോഴും പ്രബലപ്പെട്ടിരിക്കുന്നത്, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്നത്. അവരിലൂടെയാണ് പിശാച് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിശാചിനെ അനുസരിക്കുന്ന, പിശാചിനെ ആരാധിക്കുന്ന, പിശാചിനെ അവരുടെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന വ്യക്തികളിലൂടെ പിശാച് എന്ന നടപടികൾ എടുക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ പക്കലേക്ക് തിരിയണം. അവിടെ ആയുധം എടുത്തിട്ടൊന്നുമല്ല, അവിടെ അവരെ അവരെ ചീത്തയും തെറിയും വിളിച്ചുകൊണ്ടല്ല, അവരെ ഉപദ്രവിച്ചുകൊണ്ടല്ല, അവരിലേക്ക് യേശുവിൻ്റെ ശക്തി ഒഴുക്കുന്ന വിധത്തിലുള്ള ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കണം. എനിക്കതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടും അതിൽ പങ്കെടുത്തുകൊണ്ടും യോഗ്യതയുടെ കുർബാന സ്വീകരിച്ചുകൊണ്ടും ആ കുർബാനയിൽ അവരെ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണിതെല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനേകം അനുഭവങ്ങളുണ്ട്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് മാറുമ്പോഴേക്ക് വലിയ തിന്മകൾ തിരുത്തപ്പെടുന്ന അനുഭവങ്ങൾ. കാരണം ലോകത്തെ കീഴടക്കി ഈശോ ആണ് അവിടെ ഈ കുർബാനയിൽ വരുന്നത്. അതുപോലെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സഹായം തന്നെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അതുപോലെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്താം. യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ ധ്യാനമാണത്. ധ്യാനവും പ്രാർത്ഥനയുടെ കൂടിയതാണ്. അതൊരല്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാറ്റണമെന്നേ ഉള്ളൂ. അതുപോലെ കരുണക്കൊന്തയെല്ലാം ഈ നീച പാപങ്ങൾ ചെയ്യുന്നവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിശ്വാസപരം മുൻപേ കണ്ടുകൊണ്ട് തന്നെ സ്തുതിപ്പിലേക്ക് വരാം. അങ്ങനെ നമുക്ക് സാത്താൻ്റെ സാമ്രാജ്യത്തോട് പടവരുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സംഭവം നിങ്ങളോട് ഞാൻ പറയാം. ഒരു വികാരിച്ചൻ എന്നോട് പറഞ്ഞു, അവിടെ ഒരു പള്ളി പണിയാനായിട്ട് നടപടി ആരംഭിച്ചപ്പോൾ മത തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ഈ പ്രദേശത്ത് ഞങ്ങൾ ആരാധന ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഇവിടെ പള്ളി പണിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോൾ കളക്ടറൊക്കെ ഇടപെട്ട് കഴിഞ്ഞ് കളക്ടർ പറഞ്ഞു, നിങ്ങളൊരു പരിഹാരം കണ്ടെത്ത്, എനിക്കിവിടെ ഇപ്പോൾ നിങ്ങളുടെ രണ്ട് കൂട്ടരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനത്തിന് പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരും രണ്ട് കൂട്ടരും കൂടെ സമാധാനപൂർവ്വം തീരുമാനമെടുക്കാനൊക്കെ നിർദ്ദേശിച്ചു. മന്ത്രിമാരും അങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ഏതായിരുന്നാലും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇത്. 10, 25, 30 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയും, 30 വർഷം മുമ്പാണ്. അപ്പോൾ വികാരിച്ചൻ അങ്ങനെ പോട്ടെ ആശ്രമത്തിൽ എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ പോട്ടെ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇടവകയിൽ നിന്ന് കുറച്ച് പേര് ഇവിടെ ധ്യാനിക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ വികാരിച്ചൻ ആ ധ്യാനിക്കാൻ അവിടെ നിന്ന് കുറേ പേരെ കൂട്ടിക്കൊണ്ട് അവിടെ വന്നൊരു ധ്യാനം കൂടി. അവരെല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് വരാൻ പറഞ്ഞിരുന്നു. അവരും വന്ന് ഒരു ശനിയാഴ്ച ശുശ്രൂഷ കൂടി. അത് ഞാൻ സിസ്റ്റേഴ്സിൽ ഒരു 3-4 പേര് പിന്നെ വന്ന് ധ്യാനം കൂടി, സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം. അവരെല്ലാവരും കൂടെ ഇടവ പള്ളിയിൽ നിത്യാരാധന അങ്ങ് ആരംഭിച്ചു. കുർബാന എഴുന്നള്ളിച്ച് വെച്ച് രാവിലെ ഒരു 6 മണിക്ക് 5 മണിക്ക് കുർബാന എഴുന്നള്ളിച്ച് വെക്കും, 6:30 കുർബാന. അത് കഴിഞ്ഞ് കുർബാന ചൊല്ലി കഴിഞ്ഞ് വീണ്ടും എഴുന്നള്ളിച്ച് വെക്കും 7:30. 7:30 മുതൽ രാത്രി 9:30 വരെ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. എന്നിട്ട് രാത്രി 9:30 അച്ഛൻ പോയി വിശ്രമിച്ചിട്ട് 3 മണി മുതൽ വീണ്ടും അച്ഛൻ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന രാവിലെ ചെയ്യുന്നത്. അങ്ങനെ കുർബാനയുടെ മുമ്പിലുള്ള ആരാധന പ്രാർത്ഥനയ്ക്ക് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മതത്തിൻ്റെ പേരിൽ, ആരാധനാലയത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ അച്ഛൻ ആ വീട്ടിൽ ചെന്ന് ഈ പ്രശ്നത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സഭാവിരോധിയായിട്ടുള്ള മറ്റു മതത്തിൽപ്പെട്ട ആൾ വീട്ടിൽ ചെന്ന് ആ മകൻ്റെ രോഗാവസ്ഥയിൽ മകന് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷം തന്നെ അവന് സൗഖ്യം കിട്ടി. അവന് വെറും ഒരു സാധാരണ പ്രശ്നമല്ല ഉണ്ടായത്. അവനൊരു മാനസിക രോഗിയെപ്പോലെ വലിയ തോതിലുള്ള അക്രമവാസന കാണിച്ച് ഒരു വാക്കത്തിയെല്ലാം എടുത്തു പിടിച്ച് വസ്ത്രമൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞ് അടിവസ്ത്രം മാത്രം ധരിച്ച് അലറി വിളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു പിശാച് കയറിയ അവസ്ഥയിൽ അവൻ കളിക്കുന്നതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ആർക്കും അടുക്കാൻ പറ്റുന്നില്ല. അവന് 1-2 പേരെ വാക്കത്ത് കൊണ്ട് വെട്ടി. അച്ഛൻ അടുത്തേക്ക് കയറി ചെന്ന് ഈശോയുടെ നാമത്തിൽ ഒരു ആശീർവാദമൊക്കെ കൊടുത്ത് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവൻ്റെ കൈ ചെന്ന് ശാന്തമായിട്ട് എന്നിട്ട് വാക്കത്തിൽ പിടിച്ചെടുത്തിട്ട് അവൻ്റെ തോളിലേക്ക് കൈയിട്ട് അവനെ കൊണ്ട് പതുക്കെ ആ മുറിയിലേക്ക് കയറി വസ്ത്രമൊക്കെ ധരിപ്പിച്ചു. അവൻ പെട്ടെന്ന് ശാന്തനായി. അച്ഛൻ്റെ ഈ അധികാരം എവിടുന്ന് കിട്ടി? ഈശോ കൊടുത്തതാണ്.
സമാധാനദാതാവായ ഈശോ അവൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിച്ചു കഴിഞ്ഞ ഉടനെ അവൻ ശാന്തനായി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അവന് തലേദിവസം തുടങ്ങി രാത്രി തുടങ്ങിയ പരിപാടിയാണ്. അവന് ഭക്ഷണമൊക്കെ കൊടുത്തു. നേരം വെളുത്തപ്പോൾ അച്ഛൻ്റെ കൂടെ ഇവൻ പുറത്തേക്ക് വസ്ത്രമൊക്കെ വെച്ച് ഇറങ്ങി വന്നു. അത് ചിരിക്കുന്നുണ്ട്. പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് എല്ലാവരോടും സോറി പറയണം എന്നൊക്കെ പറഞ്ഞ് സോറി പറഞ്ഞു. അപ്പോൾ ഈ പള്ളിക്കെതിരായിട്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത മറ്റൊരു മതത്തിൽപ്പെട്ട ആളുടെ പുത്രനാണ് ഈ മാനസാന്തരം ഉണ്ടായത്. അയാൾ പരസ്യമായിട്ട് ഇടവക്കാരുടെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞു, ഞങ്ങളിനി നീക്കിയല്ല. നാട്ടുകാരൊക്കെ കണ്ടു ഈ കാര്യം. കാരണം നാട്ടുകാർ 10-50 പേരവിടെ കൂടിയിരുന്നു. അവരൊക്കെ കണ്ടു ഈ കാര്യം. ഒരു വലിയ അത്ഭുതം നടന്നു. നമ്മൾ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും പരിഹാരമായിട്ട് തമ്പുരാൻ്റെ പക്കലേക്ക് പോവുക. സമാധാനദാതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാം. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും നഷ്ടധൈര്യരാകാതെ, ആരെയും വെറുക്കാതെ, തിന്മയില്ലാതെ നന്മയുടെ ആയുധങ്ങൾ മാത്രം എടുത്ത് ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സമാധാനം എല്ലാവർക്കും ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.